ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അപ്പൊ നമ്മളുടെ സിലബസ് പ്രകാരമുള്ള അടുത്തൊരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായിട്ട് നിലകൊള്ളുകയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്, then പബ്ലിക് സെക്ടർ ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് എപ്പോഴാണ് 1950 ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഏതു വർഷമാണ് ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്? 1950. 1950 ഇന്ത്യയിൽ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന വർഷം, പിറ്റത്തെ വർഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. യെസ്. അപ്പോൾ ഇന്ത്യയില് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ആരംഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്. അങ്ങനെ 1951 കൂടിയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഇക്കണോമിക്സിന്റെ ബേസിക് ക്ലാസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ് PC മഹൽനോബിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്. അപ്പൊ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അപ്പോ PC മഹൽനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലെ, അദ്ദേഹത്തിന്റെ മോഡൽ, അദ്ദേഹത്തെ കുറിച്ച് മഹൽനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പ്രധാനമന്ത്രിയാണ് ആസൂത്രണത്തിന്റെ കമ്മീഷൻ ചെയർമാൻ. ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു അല്ലെ. ഇനി എന്തെല്ലാമായിരുന്നു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാനമായിട്ട് ലക്ഷ്യം? നോക്കിക്കേ, ഈ 4 പോയിന്റും പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഇനിയിപ്പം ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനെ 4നെ കുറിച്ച് വിശദീകരിച്ച് എഴുതേണ്ടി വരും. അപ്പം എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാനമായിട്ട് ലക്ഷ്യങ്ങൾ? 4 എണ്ണമാണ്. എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, then next സ്വാശ്രയത്വം, നീതിയും സമത്വവും. അപ്പോൾ ഒന്നാമത്തത് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ട് വളർച്ച. ഇന്ത്യയില് പ്രധാനമായിട്ടും സാമ്പത്തിക വളർച്ച നേടുകയാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യം അല്ലെ. അപ്പം രാജ്യത്തിന്റെ GDPയുടെ തോത് വർദ്ധിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് അല്ലെ. ഗ്രോസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ GDP ഉയർക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും കൂടും. അടുത്തത് ആധുനികവൽക്കരണം. എന്താണ് ആധുനികവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് സാങ്കേതിക വിദ്യ, ടെക്നോളജി അല്ലെ. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാണ്, കൃഷി ചെയ്യുകയാണ്. പണ്ട് നമ്മളിങ്ങനെ ഒരാളെ കിളച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ട്രാക്ടറും അതുപോലെ പ്ലാഫിംഗ് മെഷീൻസ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം എന്തായി? കുറച്ചുകൂടി എളുപ്പമായി, പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ പറ്റി അല്ലെ. അപ്പൊ ആധുനികവൽക്കരണം സാങ്കേതിക വിദ്യയുടെ നവീകരണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ. ഒപ്പം തന്നെ ജനങ്ങളുടെ സാമൂഹ്യ പദവി ഉയരുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. പല രീതിയിലുള്ള മെഷീനറീസ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെ, പല രീതിയിൽ നമ്മളുടെ ലൈഫിന്റെ പദവി ഉയരുകയും ജീവിതത്തിന്റെ നിലവാരം ഉയരുകയും ചെയ്തു. ഓക്കെ. അടുത്തത് സ്വാശ്രയത്വം. നമ്മൾ സ്വാശ്രയത്വത്തെ കുറിച്ച് നേരത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളെ ഇന്ത്യ മറ്റുള്ള രാജ്യത്തെ ഉൽപ്പാദിപ്പിക്കാതെ സ്വന്തമായിട്ട് ആഹാരം അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇതിലൂടെ ആഭ്യന്തര ഉൽപാദന തോത് വർദ്ധിപ്പിക്കാനും ഇറക്കുമതിയെ കുറയ്ക്കുവാനും കഴിയുന്നതാണ്. ഇത് ആസൂത്രണത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. നമ്മളുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് വരുത്തുകയാണ് അല്ലെ. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ ശേഷി കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then next 4ാമത്തെ പോയിന്റ് സമത്വവും നീതിയും. സമത്വവും നീതിയും സമ്പദ് വ്യവസ്ഥയിൽ ഉറപ്പാക്കുകയാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അതായത് നമ്മളുടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുക, എല്ലാവരും ഈക്വലി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് സ്വത്തും വരുമാനവും തുല്യമായി വിതരണം ചെയ്യേണ്ടതാണ്. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള ജനങ്ങളെ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഇതാണ് സമത്വവും നീതിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നോട്ട് എഴുതി തന്നെ എടുക്കുക കേട്ടോ. യെസ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആധുനിക സാങ്കേതിക വിദ്യയുടെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെയും സഹായത്താൽ കാർഷികോൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളമായിട്ട് ഉൽപാദന ശേഷിയുള്ള ക്രോപ്സ് അതുപോലെ തന്നെ സഹായത്തുകൊണ്ട് നമ്മുടെ കാർഷിക മേഖല കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം 2 ഘട്ടങ്ങളായിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് 1960 വരെയും 1970 പകുതിയിൽ. അപ്പൊ 2 ഘട്ടം. ഒന്നാം ഘട്ടം 1960. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, കാർഷിക വികസനത്തിന്. അതായത് 1951 മുതൽ 56 വരെ കാർഷിക വികസന മേഖലയായിട്ട് വരുന്നത് അല്ലെ. ഈ 1960 എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടം? 2ാം പഞ്ചവത്സര പദ്ധതി തൊട്ട് 4ാം പഞ്ചവത്സര പദ്ധതി വരെ പറയാൻ പറ്റും. 4ാം പഞ്ചവത്സര പദ്ധതി 74 വരെ. അപ്പൊ 2 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായും നമ്മുടെ രാജ്യത്ത് ഹരിത വിപ്ലവത്തിന് നിതാന്തമായ ഘടകങ്ങൾ നോക്കിക്കേ. ഹൈ ഈൽഡിങ് സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. അതായത് ധാരാളമായിട്ട് വിത്തിനങ്ങൾ, അതായത് നല്ല വിത്ത് ആണെങ്കിൽ നമുക്ക് എന്താണ് അതിനനുസരിച്ചുള്ള വിളകൾ ലഭിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ കാർഷിക മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകും. അപ്പം യന്ത്രവൽക്കരണം, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങളും രാസകീടനാശികളും, കാർഷിക വായ്പ, കാർഷിക ഗവേഷണം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് നിരവധി നേട്ടങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാർഷിക മേഖലയിലെ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ നോക്കിക്കേ. കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി, ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞു, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിളകൾ നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞു, കൃഷിയിൽ ആധുനികവൽക്കരണം സാധ്യമായി, കാർഷികോൽപ്പന്നങ്ങളുടെ കമ്പോളം മിച്ചം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിച്ചു, കാർഷികോൽപാദനത്തിൽ സ്വാശ്രയത്വം കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പം ഇവിടെ നമ്മളെ നേട്ടങ്ങളാ പറയുന്നത്. ഈ കാർഷികം നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ കർഷകന്മാർ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ സ്വയം ആവശ്യങ്ങൾക്ക് പുറമെ പുറത്തെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാനും സാധിച്ചു. പല കാര്യങ്ങളും എന്താണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്സ് പറയുന്നുണ്ട്. എന്നാൽ ചില ദൂഷ്യങ്ങൾ നമുക്ക് നോക്കുകയെ. ഹരിത വിപ്ലവം ഒരു ഗോതമ്പ് വിപ്ലവം മാത്രമായിരുന്നു. ഗോതമ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ യന്ത്രം വന്ന സമയത്ത് എന്താണ് ഈ പറമ്പില് കിളയ്ക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്തിരുന്ന ആളുകൾക്കൊക്കെ അവരുടെ ജോലി നഷ്ടമാണ്, തൊഴിലില്ലായ്മ വന്നു. ഹരിത വിപ്ലവത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചത് വൻകിട കർഷകർക്ക് മാത്രമാണ്. പക്ഷേ കർഷകർക്കിടയിൽ പല അസമത്വങ്ങളും ഉണ്ടായിരുന്നു. നിലമുള്ളവർക്കല്ലേ പല രീതിയിലുള്ള ചൂഷണം, ജമി നിയമം, കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് 1950 മുതൽ 90 വരെ ഉണ്ടായ വ്യാവസായിക വികസനം എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. 1956 കൂടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? വ്യവസായ 2ാം പഞ്ചവത്സര പദ്ധതി അല്ലെ. അപ്പം 1956 വ്യവസായിക നയം പ്രഖ്യാപനം നടക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പ്രഖ്യാപനം? അപ്പം ഇന്ത്യയിലെ വ്യവസായങ്ങളെ 3ആയിട്ട് തരംതിരിക്കുകയാണ്. പൊതുമേഖല, സർക്കാർ നിയന്ത്രണ മേഖലയുള്ള സ്വകാര്യ വ്യവസായങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ വ്യവസായിക വികസനത്തില് ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 1955 കാർവേ കമ്മിറ്റി കേട്ടോ. കാർവേ കമ്മിറ്റി എന്താ പറയുന്നത്? ഇതിനകത്ത് പ്രധാനമായിട്ടും കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായങ്ങൾക്ക്, ഗ്രാമീണ മേഖലയിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപം നൽകിയതാണ്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു, വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ കുറഞ്ഞ മുതൽ മുടക്ക് മതിയാകും, മലിനീകരണം കുറവായിരിക്കും, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പം ചെറുകിട വ്യവസായങ്ങൾക്ക് ഇതുപോലെയുള്ള ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമ്മളുടെ സർക്കാർ ചില പ്രധാനപ്പെട്ട നടപടികൾ കൊണ്ടുവരികയും ചെയ്തു. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മൾ നോക്കിക്കേ ഒന്നാമത്തെ പോയിന്റ്, ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായങ്ങൾക്കായി റിസർവ് ചെയ്തു. ചില ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാണ്? അപ്പൊ ചെറുകിട കച്ചവടക്കാരില്ലേ അവർക്ക് മാത്രം. അപ്പം ഇവർക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പോഴും നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്.
അപ്പൊ ചെറുകിട വ്യവസായിക ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ എക്സൈസ് നികുതി ചുമത്തുകയാണ്. അതുപോലെ ചെറുകിട വ്യവസായങ്ങളൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകളൊക്കെ അനുവദിക്കുകയാണ്. ഓക്കെ, അത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വിദേശ വ്യാപാര നയം നോക്കിക്കേ. വിദേശ വ്യാപാര നയം എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചത്? വിദേശ വ്യാപാര രംഗത്ത് ഇറക്കുമതി പ്രതിസ്ഥാപന നയമാണ് 1991 വരെ സ്വീകരിച്ചത്. അതായത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനുള്ള നയമാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത്. ഇറക്കുമതി കുറയുന്നു, ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നു. ഇറക്കുമതി കുറയ്ക്കുകയാണ്, അതായത് വിദേശ വ്യാപാര ഇറക്കുമതി നമ്മൾ എന്താണ്, അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളുടെ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ തന്നെ എന്താണ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി എന്താ അവിടെ വരുന്നത്, നമ്മുടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, സ്വാശ്രയത്വം മുതലായവ ഈ നയത്തിന്റെ ഭാഗമായി സർക്കാർ വ്യാപാര രംഗത്ത് താരിഫ് ചുമത്തുകയും ക്വാട്ട സമ്പ്രദായം ഒക്കെ കൊണ്ടുവരികയും ചെയ്തു. അതായത് എന്താണ് ഈ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് ഇറക്കുന്നില്ലേ, അങ്ങനെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മളൊരു നികുതി കൊണ്ടുവരികയാണ്, അതിന് താരിഫ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇറക്കുമതി ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങൾക്ക് അളവ് നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായമാണ് ക്വാട്ട. ഇത്രയാണ്, ഇത്ര ഒരു അളവാണ് ഇവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ മാർഗങ്ങളിലൂടെ വിദേശ വ്യാപാരത്തെ നിയന്ത്രിക്കുവാനായിട്ട് സർക്കാരിന് കഴിഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി വളരെ ഒരു കുഞ്ഞു ടോപ്പിക്കേ ഉള്ളൂ. നീതി ആയോഗിനെ കുറിച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കഴിയും കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.